ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണിംഗ് വേവ്സ്. നമ്മൾ CBSE 10th നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാൻ പോവാണ്. ഇറാഷണൽ നമ്പേഴ്സ് √3, √2, √5 ആൻഡ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലും പ്ലസ്സിലും വരുന്ന നമ്പേഴ്സ് എല്ലാം ഇറാഷണൽ ആണോ, ഇറാഷണൽ എങ്ങനെ പ്രൂവ് ചെയ്യാം, അതിൻ്റെ സ്റ്റെപ്സ് എന്താണ്. അതായത് ഒരു ഇറാഷണൽ ഇപ്പോൾ √2 ആണെങ്കിൽ √2ൻ്റെ ഇറാഷണൽ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെയിം പാറ്റേണാണ്. ഇതിൽ 3 ടൈപ്സാണ് നിങ്ങൾക്ക് ചോദിക്കുക, അതുകൊണ്ട് അത് ആദ്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ √2, √3, √5 പക്ക മറ്റേതിൻ്റെ റൂട്ട് മാത്രമായിട്ട് വരുന്ന ടേംസ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ള ടേംസ് ചോദിക്കാം. അതിന് നമ്മൾ ആദ്യം പഠിക്കുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുക. ആദ്യം നമ്മൾ കറക്റ്റ് AB അത് ഞാൻ പറഞ്ഞുതരാം. സോ ആ ഒരു മെത്തേഡാണ് ഫസ്റ്റ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ 2 സെക്ഷനിൽ, അതായത് ഇപ്പോൾ 5 മൈനസ് √3, ഇപ്പോൾ √3ൻ്റെ കൂടെ പ്ലസ്സോ മൈനസോ വരുന്നത്, അതായത് ഇറാഷണൽ നമ്പറിൻ്റെ കൂടെ റാഷണൽ നമ്പർ പ്ലസ്സോ മൈനസോ ആവുകയോ മൾട്ടിപ്ലിക്കേഷൻ ആകുകയോ ചെയ്യുമ്പോൾ, മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുമല്ലോ, മൾട്ടിപ്ലൈയോ ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. ഇറാഷണൽ നമ്പേഴ്സ് എന്താണ് സെയിം. ഇതിൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ √3 ഇറാഷണൽ ആണ് എന്ന് നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമുക്ക് √3 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. 5 മൈനസ് √3 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. സോ √3 നമുക്ക് ഓൾറെഡി ഇറാഷണൽ ആണെന്ന് അറിയാമെന്നുള്ള ആ ഒരു ബേസിസിൽ വേണം നമ്മൾ ആ കാൽക്കുലേഷൻ ചെയ്യാൻ. ഇത് രണ്ടും ഈസിയാണ്. ഇപ്പം മൾട്ടിപ്ലിക്കേഷനും പ്ലസ് ഓർ മൈനസ് വരുമ്പോൾ ഈസിയാണ്, ഇതും ഈസിയാണ്. പക്ഷേ സ്റ്റെപ്സ് കുറച്ച് അധികം ഉണ്ടെന്ന് മാത്രം. ഇതിൽ സ്റ്റെപ്സ് കുറവാണ് ബാക്കി രണ്ടെണ്ണത്തിൽ. സോ നമുക്കത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, പ്രൂവ് ദാറ്റ് √2 ഇസ് ഇറാഷണൽ. ഇതാണ് നമ്മുടെ ആദ്യത്തെ. സെയിം ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അതിൽ √2ക്ക് വരെ √3, √5 അങ്ങനെ ഇട്ട് കൊടുത്താൽ √7 അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലെറ്റ് അസ്യൂം നമ്മൾ ഇറാഷണൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, പക്ഷേ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് തിങ്ക് ചെയ്യാൻ പോവുക. അതായത് ആൻസർ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഈ സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ലെറ്റ് us assume to the contrary that √2 is rational. റാഷണൽ ആണ്, പക്ഷെ റാഷണൽ ആണ് നമ്മൾ വിചാരിക്കുക, റാഷണൽ ആണ് എന്ന് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് വിചാരിക്കുക. റാഷണൽ നമ്പർ എന്താണ്? റാഷണൽ നമ്പർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് A/B. ഇപ്പോൾ 1/2, 1/3, 4/5 ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. എല്ലാ നമ്പറും ഇപ്പോൾ 1/1 അങ്ങനെ എഴുതാം. സോ നമുക്ക് റാഷണൽ നമ്പർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് A/B. ഓക്കെ, സോ ദാറ്റ് ഇസ് B നോട്ട് ഈക്വൽ ടു 0. നമുക്കങ്ങനെ B ഡിനോമിനേറ്റർ 0 ആയിട്ട് എഴുതാനും പാടില്ല. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, √2 ദാറ്റ് ഇസ് ഈക്വൽ ടു റാഷണൽ എന്ന് പറഞ്ഞു. റാഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഇസ് A/B. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് A/B. എയും ബിയും co-prime ആണ്. ഓക്കെ, ഹിയർ വേർ A and B are co-prime. ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് അതിനർത്ഥം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ബീനെ നമ്മൾ പുറത്ത് A മാത്രമായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. സോ ബി ഡിവിഷനാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. സോ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. B √3 ദാറ്റ് ഇസ് ഈക്വൽ ടു A. ഓക്കെ, സോ A നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു ഇവിടെ. ഓക്കെ, സോ ഇതിൻ്റെ മീനിങ് എന്താണ്? ഇതിൻ്റെ മീനിങ് എന്താണ്? A അല്ല, നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ബാലൻസ് ഉണ്ട്. ആദ്യം നമ്മൾ A/B ഫോമിൽ എഴുതുന്നു, പിന്നെ A മാത്രം കണ്ടുപിടിക്കുന്നു, B പുറത്ത് LHS സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം സ്ക്വയർ ബോത്ത് സൈഡ്. അടുത്ത സ്റ്റെപ്പാണ് സ്ക്വയർ ബോത്ത് സൈഡ്. ഈ സ്റ്റെപ്സ് ഇതേപോലെ തന്നെ പഠിക്കണേ. സ്ക്വയർ ബോത്ത് സൈഡ്സ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? B സ്ക്വയർ എല്ലാ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യണം. സോ B സ്ക്വയർ √2ൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു A. സോ B സ്ക്വയർ A that B സ്ക്വയർ 2B സ്ക്വയർ എന്ന് എഴുതാം. 2B സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു
എ സ്ക്വയർ. ഓക്കെ, ഹിയർ എന്താണ് സംഭവം? ഇങ്ങനെ വന്ന അതിൻ്റെ അർത്ഥം എന്താ? ബി ഡിവൈഡ്സ്, ഇപ്പോൾ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എയിൽ ഡിവൈഡായി പോകും അല്ലേ? എ സ്ക്വയർ ബൈ 2 നമുക്ക് ഡിവിഷനായി പോകും. അതാണ് ബി സ്ക്വയർ എന്ന് പറയുന്നത്. സോ നമുക്ക് എഴുതാം 2 സ്ക്വയർ ഡിവൈഡ്സ് എ സ്ക്വയർ. 2 സ്ക്വയർ ഡിവൈഡ്സ് എ സ്ക്വയർ ആണെങ്കിൽ 2 ഡിവൈഡ്സ് എ സ്ക്വയർ ആയിരിക്കുമല്ലോ. 2 ഡിവൈഡ്സ് എ. ഓക്കെ, 2 സ്ക്വയർ ഡിവൈഡ്സ് എ സ്ക്വയർ ആണെങ്കിൽ അറ്റ് ദ സെയിം വേ നമുക്ക് തിയറം ഉണ്ട് ഇതെങ്ങനെയാണെന്നുള്ളത്. അറ്റ് ദ സെയിം വേ 2 ഡിവൈഡ്സ് എ. ഓക്കെ, സോ ഇതാണ് സ്റ്റെപ്പ്. ഇതിൽ നമ്മൾ ഡിവൈഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു കൺക്ലൂഷനിലെത്തി. അത് കഴിഞ്ഞിട്ട് വി ക്യാൻ റൈറ്റ്, നമ്മൾ വേറൊരു ടേമും കൂടി ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. വി ക്യാൻ റൈറ്റ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 2c. ഓക്കെ, സി എന്നുള്ളത് ഒരു ഇൻറ്റീജർ ആയിട്ട് എടുക്കുവാണ്. സോ എ ദാറ്റ് ഈസ് ഈക്വൽ ടു 2c. നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഈ ഇക്വേഷനിൽ, അതായത് നമ്മൾ കണ്ടുപിടിച്ച ഈ ഇക്വേഷനിൽ. ഓക്കെ, സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്, അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫോർ എ സബ്സ്റ്റിറ്റ്യൂട്ട് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 2c. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. ഇക്വേഷൻ നമ്പർ 1 എഴുതണ്ട, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ജസ്റ്റ് എഴുതി ഇക്വേഷൻ എടുത്ത് എഴുതിയാൽ തന്നെ മതി. സോ ദാറ്റ് ഈസ് ബി സ്ക്വയർ 2b സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ പറഞ്ഞാൽ എന്താണ്? 2c സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 ആൻഡ് c സ്ക്വയർ. ഓക്കെ, സോ ഇത് നമ്മൾ എന്താ, ബി സ്ക്വയർ മാത്രമാകുമ്പോൾ എന്താവും? 4c സ്ക്വയർ ബൈ 2. ഈ മൾട്ടിപ്ലിക്കേഷൻ ടു പുറത്ത് LHS സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ടു RHS സൈഡിലേക്ക് വരുമ്പോൾ. സോ ദാറ്റ് ഈസ് 2c സ്ക്വയർ. ഇവിടെയും നോക്കിയേ, ബി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2c സ്ക്വയർ. ഇവിടെയും എന്താണ്? ബി ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ അല്ലേ? അവിടെ നമ്മൾ ഇവിടെ കുറച്ച് മുന്നേ നമ്മൾ എ ഡിവിസിബിൾ ബൈ എന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ബി ഡിവിസിബിൾ ബൈ എന്ന് പറയാൻ പോകുന്നു. അതിനാണത് കണ്ടുപിടിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ളത് അല്ലേ? ഇവിടെ നമുക്ക് എ ഡിവിസിബിൾ ബൈ കിട്ടി. ഓക്കെ, അടുത്തത് എന്താണ്? ബി ഡിവിസിബിൾ ബൈ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇത് നമുക്ക് എന്താ? ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 2 അല്ലേ? അറ്റ് ദ സെയിം വേ നെക്സ്റ്റും എന്താണ്? 2 ഡിവൈഡ്സ് ബി. 2 സ്ക്വയർ 2 ഡിവൈഡ്സ് രണ്ടും നമുക്ക് 2 ബി സ്ക്വയറിൽ ഡിവൈഡായി പോകും. സോ ഇതിലെന്താണ്? ഇത് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? എ ആൻഡ് ബി, എക്കും ബിക്കും എന്തുണ്ട്? കോമൺ ഫാക്ടേഴ്സ് അതർ ദൻ വേറെയും ഉണ്ട്. കാരണം ഡിവൈഡായി പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ട് കുറേ. സോ നമുക്ക് എന്ത് ചെയ്യാം? എ ആൻഡ് ബി ഹാവ്, നെക്സ്റ്റ് സ്റ്റെപ്പാണ്, എ ആൻഡ് ബി ഹാവ് അറ്റ്ലീസ്റ്റ് 2 ആസ് എ കോമൺ ഫാക്ടർ. സോ ഇത് ശരിക്കും നമുക്ക് കോമൺ ഫാക്ടർ റാഷണൽ നമ്പർ പറ്റില്ലല്ലോ. സോ നമുക്ക് ആ ഒരു നമ്മൾ പറഞ്ഞ എന്താ? ഒരു റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു, കോമൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. സോ നമുക്ക് മോർ ദാൻ 1 കോമൺ ഫാക്ടേഴ്സ് ഇതിന് ഉണ്ട് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചതനുസരിച്ച്. സോ നമുക്കിത് എന്ത് എഴുതാം? √2 നമ്മൾ ലാസ്റ്റ് എഴുതുമ്പോൾ എഴുതണം ദിസ് കോൺട്രഡിക്ഷൻ ഹാസ് അറൈസ് ബിക്കോസ് ഓഫ് അവർ ഇൻകറക്റ്റ് അസ്യൂംഷൻ. നമ്മുടെ അസ്യൂംഷൻ തെറ്റാണെന്ന് എഴുതിയിട്ട് √2 ഇസ് റാഷണൽ എന്ന് എഴുതണം. അത് ജസ്റ്റ് സമ്മറി പോലെ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റാണ്, അതായത് √2 ഇസ് റാഷണൽ. ആ അസ്യൂംഷൻ എന്നുള്ളത് തെറ്റാണ്, ദാറ്റ് ഇസ് റോങ് അസ്യൂംഷൻ ആൻഡ് വി കൺക്ലൂഡ് ദാറ്റ് √2 ഇസ് ഇറാഷണൽ. ഈ രീതിക്ക് നമ്മളത് കൺക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ ചെയ്ത സെയിം വേ ആണ് √3 വന്നാലും √5 വന്നാലും √7 വന്നാലും നമ്മൾ ചെയ്യേണ്ട സെയിം പാറ്റേൺ. ഓക്കെ, സോ ഇതാണ് ഈ പാറ്റേൺ, ഫസ്റ്റ് സെക്ഷൻ. ഇനി ഇതിൽ തന്നെ സെക്കൻഡ് 5 മൈനസ് √3 അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് നോക്കാം. അത് കുറച്ചും കൂടി എളുപ്പമാണ്. ആസ് കമ്പയർഡ് ടു ദിസ് ദാറ്റ്സ് മോർ ഈസി. ഓക്കെ, ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 മൈനസ് √3 ക്വസ്റ്റ്യനാണ്, നമുക്ക് പ്രൂവ് ചെയ്യണം ഇസ് ഇറാഷണൽ. അപ്പം നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത പോലെ സെയിം, ലെറ്റ് us assume what is that? 5 മൈനസ് √3 is rational. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇത് മറക്കരുത്.
റാഷണലായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. എയും ബിയും കോപ്രൈമായിട്ട് നമ്മൾ എടുക്കും. അത് എഴുതണം ആ സ്റ്റെപ്പ്. അപ്പോൾ 5 മൈനസ് √3 ദറ്റ് ഈസ് ഈക്വൽ ടു a/b. ഓക്കെ, ദെൻ നമുക്ക് ഇതിലെന്താ വെച്ചാൽ നമുക്ക് √3 ഇറാഷണൽ ആണെന്ന് അറിയാമെന്നുള്ള രീതിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അല്ലാതെ √3 പിന്നെയും നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ 5 മാത്രം നിർത്തുന്നു. ഈ √3 അപ്പുറത്ത് കൊണ്ടുപോവാണ്. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. സോ ഈ -a/b ഈ ഒരു ടേം, ഈ ഒരു സെക്ഷൻ ഇവിടെ പോസിറ്റീവാണ്. അത് ഈക്വൽ ടു ഉണ്ട് ഇപ്പുറത്ത് LHS സൈഡിലേക്ക് വരികയാണ്. സോ -a/b എഴുതും. ഈ -√3 RHS സൈഡിലേക്ക് പോവാണ്. സോ ദാറ്റ് ഇസ് √3. സോ ഇതിലെന്താ പറയുന്നത്? ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 5b മൈനസ് ഇവിടെ നമ്മൾ 1, സോ a ഡിവൈഡഡ് ബൈ b ദാറ്റ് ഇസ് ഈക്വൽ ടു √3. സോ ഇതിന് എന്താ മനസ്സിലാവുന്നത്? ഇപ്പോൾ 5 മൈനസ് a/b ഇസ് റാഷണൽ. കാരണം ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് a/b. നമുക്ക് a/b എന്നുള്ളൊരു ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്നുണ്ടല്ലോ. 1 സെക്കൻഡ്. ദാറ്റ് ഇസ് 5b മൈനസ് a/b. ഓക്കെ, ഇത് നമുക്ക് റാഷണൽ നമ്പർ ആക്കാൻ, ബിക്കോസ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് a/b. ഇപ്പോൾ റാഷണൽ നമ്പറാണ്. സോ നമുക്ക് എന്താ, ഇത് റാഷണൽ നമ്പറാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു √3 ഒരു ഇറാഷണൽ ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ √3 ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ √3 ഇറാഷണലും ഇപ്പോഴത്തെ റാഷണൽ. അപ്പോൾ ഇത് തെറ്റല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു അസ്യൂംഷൻ ഇൻകറക്റ്റ് ആണ്. സോ ഇൻകറക്റ്റ് assumption. So √5 minus √3 is എന്താണ്? അസ്യൂംഷൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താണ്? 5 minus √3 is rational. We conclude that. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. ഇത് എളുപ്പമായി. പ്ലസോ മൈനസോ വരുവാണെങ്കിൽ എളുപ്പമാണ്. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ വരുവാണെങ്കിൽ സെയിം പാറ്റേൺ എളുപ്പമാണ്. അതും കൂടി നമുക്കൊന്ന് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇത് കൺക്ലൂഡ് ചെയ്താൽ മതി. Then next one, multiplication. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എങ്ങനെയാ? 3 ഷോ ദാറ്റ് ഓർ പ്രൂവ് ദാറ്റ് അങ്ങനെയൊക്കെ പറയും. 3 √2 is irrational. So first step എന്താ? Same. Let us assume 3 √2 is rational. Then next step എന്താ? Assume ചെയ്തു. Then 3 √2 that is equal, we can written in the form of a/b. അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? √2 ദാറ്റ് ഇസ് ഈക്വൽ ടു 3 ഡിവിഷൻ. നമുക്ക് √2 മാത്രമായിട്ട് കിട്ടണം. അതുകൊണ്ടാണ്, കാരണം അത് ഇറാഷണൽ ആണല്ലോ. അപ്പോൾ നമുക്കത് വെച്ച് നമുക്ക് എഴുതാമല്ലോ. സോ a/b 3b ആവും. 3 മൾട്ടിപ്ലിക്കേഷനാണ്. RHS സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. സോ √2 ദാറ്റ് ഇസ് ഈക്വൽ ടു a/3b. ഓക്കെ, സോ ഇതിലെന്താ? √2 ഇസ് ഫാക്റ്റ് എന്താണ്? √2 ഇസ് ഇറാഷണൽ. ബട്ട് എന്താണ്? ഇതെന്താണ്? a/b ഫോമാണ്. ദാറ്റ് ഇസ് റാഷണൽ. സോ ആ ഒരു അസ്യൂംഷൻ എന്താണ്? തെറ്റാണ്, കോൺട്രഡിക്റ്റ് ആണ്. സോ കൺക്ലൂഡ് ദാറ്റ് 3 √2 is irrational. സംഭവം നമ്മൾ എന്താ ഇതിൽ ശരിക്കുള്ള ഇതെന്ന് വെച്ചാൽ, ഇപ്പോൾ റൂട്ട് വരുമ്പോൾ ഏതൊരു വാല്യൂ, അതായത് റൂട്ടിന് ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഇല്ലാത്ത റൂട്ട് വരും. ഇപ്പോൾ √4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2. അങ്ങനെയുള്ള നമുക്ക് എടുക്കാൻ പറ്റില്ല. അതല്ലാതെ √3 √2 ഇതിനൊന്നും നമുക്ക് ഇറാഷണൽ നമ്പേഴ്സാണ്. ഈ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ കൂടെ പ്ലസ്സോ മൈനസോ മൾട്ടിപ്ലിക്കേഷനോ ചെയ്ത ഡിവിഷൻ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് ചെയ്താലും നമുക്ക് കിട്ടുന്നത് ഇറാഷണൽ നമ്പർ തന്നെയായിരിക്കും. ഓൾവേസ് ദാറ്റ് ഈസ് ഇറാഷണൽ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ പോർഷൻ. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണിത്. കഴിഞ്ഞു. ഇനി 1.2 എക്സസൈസ് 1.2 എന്ന് പറയുന്നത് 1 സെക്കൻഡ്. ഇപ്പോൾ 1.2ൽ എല്ലാ ക്വസ്റ്റ്യനും പ്രൂവ് ദാറ്റ് √5 ഉണ്ട്, 3 + 2 √5 ഉണ്ട്, അതുപോലെ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ്റെ തന്നിട്ടുണ്ട്. ഈ സെയിം പാറ്റേണിൽ 3 ക്വസ്റ്റ്യനേ ഉള്ളൂ. സെയിം പാറ്റേണിൽ
ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ക്ലാസ്സുകൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. നമുക്കത് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു, ബൈ.